നമ്മൾ കാലത്ത് സാധാരണ ഒരു ചായ കുടി പതിവുണ്ടല്ലോ. അത് കഴിയുന്ന സമയത്ത് നമ്മൾ ടിഫനൊക്കെ കഴിഞ്ഞ് ഒരു 11 മണിയാവുമ്പോൾ ഒരു ചായയും കൂടി നമ്മൾക്ക് പതിവാണ്. അപ്പോൾ അതൊരു നല്ല മസാല ചായ ആയാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം നിങ്ങൾക്കത് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് കാണിച്ചു തരണ്ടേ? അപ്പം ഞാൻ ഈ സ്റ്റൗവിലോട്ട് ചായ വെക്കുന്ന ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ മസാല ചായ ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിക്കാത്ത പാലാണ്. അപ്പം ഞാൻ ഈ കപ്പ് അളവിലാണ് പാലെടുത്തിരിക്കുന്നത്. നമ്മൾക്ക് ഫുള്ളായിട്ട് തന്നെ അളവിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ 2 കപ്പ് ഒഴിച്ചു കൊടുത്തു. സ്റ്റൗവ് ഒന്ന് കത്തിക്കാം. പാലൊന്ന് ചൂടായി വന്നോട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്കൊരു ചെറിയ 2 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം, ഒരു 4 ഗ്രാമ്പു, ഒരു 3 ഏലക്കായ ചതച്ചത്, പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി വന്ന് ഇത്തിരി കുറച്ച് നമ്മൾ സാധാ ചായ വയ്ക്കുന്നതിന് വെച്ച് കുറച്ച് കൂടുതൽ ഇതിന് ആവശ്യമാണ്. കാരണം അത് കട്ടി പാലാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഞാനിവിടെ നമ്മൾക്ക് മധുരത്തിനായിട്ട് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഓരോരുത്തർക്കും എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പഞ്ചസാരയാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വന്നിട്ട് വെല്ലമാണ് എടുത്തിരിക്കുന്നത്. നല്ല കളറ് കണ്ടില്ലേ നമ്മുടെ ചായക്ക്? ആ പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് ആ പാല് തിളയ്ക്കുന്ന സമയത്ത് നല്ല മണവും രുചിയും, നമ്മൾക്കത് മണം വരുമ്പോൾ തന്നെ അതിൻ്റെ രുചി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മണമൊക്കെ നന്നായിട്ട് ചായയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ചായ എത്ര പെട്ടെന്നാണ് കണ്ടില്ലേ റെഡിയാക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്കൊരു ചെറുതായിട്ടൊരു ക്ഷീണമോ ഒക്കെ തോന്നുന്ന സമയത്ത് വന്ന് നമുക്കൊരു നല്ലൊരു മസാല ചായ ഉണ്ടാക്കിയിട്ട് കുടിച്ചു നോക്കൂ കേട്ടോ, സൂപ്പറായിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്. അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇട്ടോളൂ.